നമസ്കാരം. മീഡിയ ട്രാവൻകൂർ വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശ്രീലേഖ IPS എന്ന് പറയുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ഒരു IG, നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. ആ പോലീസ് ഓഫീസറുടെ ഒരു വീഡിയോ, ഇന്നലെ ഇറങ്ങിയ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടായ ചില സംശയങ്ങൾ അത് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെയോടെ മുന്നിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചത്. വളരെ കാലം പോലീസിന്റെ ജയിൽ IG ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീലേഖ IPS. അപ്പൊ ഈ പറയുന്ന ജയിൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ച് അറിയാം എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. അതാണ് അതിനകത്ത് മുഖ്യ വിഷയമായിട്ട് ശ്രീലേഖ IPS ആ വീഡിയോയിൽ സമർത്ഥിച്ചിട്ടുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, VS അച്യുതാനന്ദന്റെ മരണവും അതുപോലെ തന്നെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവും അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ശ്രീലേഖ IPS ഇവിടെ കൊണ്ടുവന്ന് സമർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജനങ്ങളെ സംബന്ധിച്ച് നമ്മൾ അത് വിലയിരുത്തപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. സത്യത്തിൽ സഖാവ് VS അച്യുതാനന്ദൻ മരിച്ചത് ഗോവിന്ദച്ചാമി അറിഞ്ഞിരുന്നുവെങ്കിൽ, ആ സമയത്താണ് ഇത് ചാടിയിരുന്നുവെങ്കിൽ, ബഹുമാനായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇന്ന് കേരളം സ്നേഹിക്കുന്ന ഏറ്റവും വലിയൊരു മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ സഖാവ് VS അച്യുതാനന്ദൻ, അദ്ദേഹത്തെ ഒരു കണക്കിൽ പറഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം കൈവിട്ടുപോയനുമായിരുന്നു. ഏതായാലും VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ മാന്യ വ്യക്തി മരിച്ച് ശവോടക്കം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പറയുന്ന ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു സംശയമാണ് ശ്രീലേഖ IPSന്റെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളവിടെ ഒന്ന് ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചിന്തിക്കണം. നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവർ തന്നെയാണല്ലോ. നമുക്കെല്ലാവർക്കും അതിൻ്റെ വേണ്ടതായിട്ടുള്ള അറിവും ബോധവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് മലയാളികൾ. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്ന ഉടനെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ഈ കാര്യം ചർച്ച ചെയ്യാത്തത്? ശരിയല്ലേ? ആ ശ്രീലേഖ IPS ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഇതെന്തുകൊണ്ട് മറന്നുപോയി, അല്ലെങ്കിൽ മറ്റൊരാളുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഇത് മറന്നുപോയി. അപ്പോൾ സഖാവ് VS അച്യുതാനന്ദന്റെ മരണം കഴിഞ്ഞ സമയത്ത്, ആ മേഡത്തിന്റെ സംശയമാണിത്, ആ മരണം കഴിഞ്ഞ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം, അതും ഇവിടെ നമുക്കറിയാം കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ജയിൽ പുള്ളിയാണ്, ജീവപര്യന്തം അല്ല, അയാളെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ച ആളിനെ ആളൂരാൻ എന്ന് പറയുന്ന ഒരു വക്കീൽ രക്ഷപ്പെടുത്തിയതാണ്. അപ്പൊ ആ ജീവപര്യന്തം വാങ്ങിച്ചു കിട്ടിയ ഒരാള് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധ ആളിനെ തന്നെ ജയിലിൽ ചാടിച്ചുകൊണ്ട് ഈ നടത്തിയ നാടകങ്ങളല്ലേ എന്നുള്ള ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിനാണ് ഇവിടുത്തെ ഭരണ സാന്നിധ്യത്തിലുള്ള ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാര്, ജയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരൊക്കെ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. നമ്മളെ സംബന്ധിച്ച് ഇത് കേൾക്കാൻ നമ്മളൊക്കെ ആഗ്രഹമുള്ളവരും, കാരണം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അവർ പറഞ്ഞിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പറയുന്നു, ഒരു ജയിലിനകത്ത് കാണിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആൾ ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, ആ കണ്ണൂർ സെൻട്രൽ ജയിലില് ഒരു കാരണവശാലും ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കാൻ പോലും പാടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഈ പറയുന്ന ശ്രീലേഖ IPS. കാരണം 5 പേരെ വരെ റൂമിൽ താമസിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനൊരു കൂട്ടുകക്ഷി അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം വേണ്ട. തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുള്ള ഒരു പ്രതിയാണ്, കുപ്രസിദ്ധനാണ്, 1.5 കൈ മാത്രമേ ഉള്ളൂ. ഈ ആള് ഒരു ജയിൽ എന്ന് പറയുന്ന കേരളത്തിന്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയൊക്കെയാണ് ഇവരൊക്കെ എല്ലാവരും തിരിച്ചു വെച്ചിരിക്കുന്നത്, ബൈനോക്കുലർ തിരിച്ചു വെച്ചിരിക്കുന്ന നോർത്ത് ഇന്ത്യയിലേക്കാണ്. അപ്പൊ കേരളത്തിലെ സ്ഥിതിയാണിത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഈ ബൈനോക്കുലറുകളിൽ കൂടി ഒന്നും ഇവർക്ക് ഇത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ വിഷയമല്ലേ? ശ്രീലേഖ IPS ചോദിക്കുന്നതിന് ചോദ്യത്തിന് മറുപടി പറയണ്ടേ? അതിവരെന്തുകൊണ്ട് അതിന് മറുപടി പറയണം. ഇന്നലെ ഇറങ്ങിയ വീഡിയോ അതിന് മറുപടി പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ചാനലുകളെ ആ വിഷയം ചർച്ച ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇവിടുത്തെ ചാനലുകാർക്കോ അല്ലെ മാപ്രവർക്ക് അതൊരു വിഷയമേ അല്ല.
ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഇതൊരു വിഷയമല്ല. പക്ഷെ നമുക്കൊക്കെ ഇതൊരു വിഷയമല്ലേ? നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ കാണുന്നവരും ഇതൊക്കെയാണ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. ആളുകൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണിത്. അവരത്ര ഗൗരവമായിട്ടാണ് ആ വിഷയം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഈ ക്രിമിനലിന് അവിടെ 1.5 മാസമോ അല്ലെ 2 മാസമോ അയാൾ പട്ടിണി കിടന്നു എന്ന് പറഞ്ഞു? ഇവിടെ പ്രത്യേകം ശരിയാണ്, അവർ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഭക്ഷണത്തിന് മെനു ഇല്ലേ? മെനു ഉണ്ട്. ആ മെനു എന്തുകൊണ്ട് ഇയാൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ചോദിക്കാൻ ഏതെങ്കിലും ഒരു ഡോക്ടർ ചോദിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചോ? ഒരിക്കലും ഇവിടെ ചോദിച്ചിട്ടില്ല. ഇയാൾ പട്ടിണി കിടന്നു, അയാളുടെ ശരീരം മെലിഞ്ഞു എന്നു, ബിരിയാണി കൂട്ടിയ ചോറുണ്ടോ എന്നോ, അല്ലെങ്കിൽ ചിക്കൻ കൂട്ടിയ ചോറുണ്ടോ, മട്ടൻ കൂട്ടിയ ചോറുണ്ടോ എന്ന് പറയുന്ന ഗോവിന്ദച്ചാമി പട്ടിണി കിടന്നിട്ട് ഈ യാതൊരു ആളുകൾക്ക് യാതൊരു വിഷയമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടതല്ലേ? എങ്ങനെ ഈക്ക് അവിടെ താടി വളർത്താനുള്ള ആ ചോദ്യമുണ്ട്. അയക്ക് എങ്ങനെ താടി വളർത്താനുള്ള സൗകര്യം ആരാണ് അവിടെ കൊടുത്തത്? ഇയാള് ആ ജയിലിൽ കഴിയുന്ന സമയത്ത് ആക്സോ ബ്ലേഡിനെ അറുത്തു എന്ന് പറഞ്ഞു. ആക്സോ ബ്ലേഡിനെ അറുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ നൂല് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്നെ വെള്ളരിക്കപ്പെടണം? ജയിലിലെ IG എന്ന് പറയുന്ന ആളിന്, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരാളിന്, ജയിൽ സൂപ്രണ്ട് ഈ എല്ലാ ദിവസവും ജയിലിൽ മുഴുവൻ സ്ഥലത്തും സന്ദർശനം നടത്തി മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടേണ്ട ആളാണെന്ന് ഈ IG ആയിട്ടിരുന്ന ശ്രീലേഖ IPS ഇവിടെ സമർത്ഥിക്കുകയാണ്. മറുപടി പറയണ്ടേ? അപ്പൊ എന്തോ ഇതിന്റെ അകത്ത് എന്തോ അവര് പറയുന്ന പോലെ തന്നെ എന്തോ ഒരു നിഗൂഢത ഇതിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇവർക്കൊക്കെ ആർക്കും എന്തും ചെയ്യാം, ഏത് കാര്യവും ചെയ്യുന്നതിന് യാതൊരു മടിയും കൂടാതെ ഇവർ ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ടോ പ്രിസണിനകത്ത് ഉള്ള ജോലി ചെയ്യുന്ന ചില ആളുകളുണ്ട്. ആ ആളുകൾ എന്ന് പറഞ്ഞാൽ രാത്രി കൂടെ ഉറക്കളച്ചിരിക്കുന്നവരാണ്. അവരുടെ മുന്നില് ഭിത്തിയിലൊരു സ്ക്രീൻ ഇരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. ഇതെല്ലാം ഒരു IG ആയിട്ട് റിട്ടയർഡ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞതാണ്. എന്നിട്ട് എന്താണ് ഇവിടെ ഉണ്ടായേക്കുന്നത്? ഇതിനകത്ത് ഒരാള് ഒരു ഈച്ച അനങ്ങിയാൽ ഇവർക്കറിയാൻ കഴിയും. പക്ഷെ ഇവരറിഞ്ഞോ? ഇവരറിഞ്ഞില്ല. കാരണം അത്രയും CCTV ഉണ്ടായിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇതൊന്നും ഇവരറിഞ്ഞിട്ടില്ല. എന്നിട്ട് എങ്ങനെയാണ് ഇത് ജയിലിൽ ചാടിയത്? അകത്ത് കിടക്കുന്ന 2 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരാൾക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കാഞ്ഞുകൊണ്ട് അയാൾക്ക് പുറത്തു പോകാൻ കഴിഞ്ഞില്ല എന്ന്. എന്തേ അയാള് ഇത് ആരോടും പറയാൻ എന്താ? അപ്പൊ അവർക്ക് ആ സാന്നിധ്യം ഉണ്ടല്ലോ, അയക്കും അതിനെ സംബന്ധിച്ചറിയാം. നടപടി എടുത്തോ? നടപടി എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഈയിടെ ഈ പറയുന്ന ഗോവിന്ദച്ചാമിക്ക് ഇത്രയും പുതപ്പുകൾ കിട്ടിയത്? ഈയൊക്കെ അവിടെ കിട്ടുന്ന ഉടുക്കാൻ ഒരു മുണ്ടാണ് കിട്ടുന്നത്. പിന്നെന്താ കിട്ടുന്നത്? ഒരു ഷർട്ട് കിട്ടുന്നു. ഇത് ഇത്രയും തുണികൾ ഉൾപ്പെടെ കെട്ടിയെടുത്തിട്ട് ഇയാള് ആ മതിൽ ചാടാനായിട്ട് അവിടെയായിട്ട് പോകുന്നു. ആ പോകുന്ന ഇവിടെ ആദ്യം ഒരു മതിൽ ചാടുന്നു. അതിനുശേഷം പിന്നെന്താ ഉണ്ടായത്? 2ാമത്തെ മതിലിലേക്ക് കയറുക. അതിന്റെ മുകളിലാണ് കമ്പി ഉള്ളത്, കറണ്ട് കൊടുത്തിരിക്കുന്ന കമ്പിയാണ്. ആ കമ്പിക്ക് മുകളിൽ കൂടെ എങ്ങനെ അയാൾ എടുത്ത് ചാടുന്നത്? അപ്പൊ അവിടെ ചെന്നിട്ട് കേരളത്തിലെ സകല ജലവൈദ്യുത പദ്ധതികൾ ഓഫാക്കി കൊടുത്തു. അയക്ക് എന്തോ ഭയങ്കരമായിട്ട് ദിവ്യത്വം ഉണ്ടെന്നുള്ളതാണ് ഗോവിന്ദച്ചാമിക്ക്. ആ ദിവ്യത്വം ഇല്ല എങ്കിൽ ഒരു കാരണവശാലും കറണ്ടിനകത്തും മുകളിൽ അയക്ക് ചാടാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ ദിവ്യന്മാരായിട്ടുള്ള ആളുകൾ, അയാളെ സഹായിച്ച ദിവ്യത്വം ഉള്ളവർ ആരാണെന്ന് നമുക്ക് അറിയണ്ടേ? എന്നിട്ടോ ആ കമ്പി വേലിയുടെ മുകളിലേക്ക് അയാൾ കയറി, അയാളെ കറണ്ടടിക്കുന്നില്ല, അയാളുടെ ദേഹത്ത് ഒരു മുള്ളു പോലും കൊള്ളുന്നില്ല. അത് മുഴുവൻ വേലിയാണ്, മുള്ളാണ്. അപ്പൊ അതിന്റെ മുകളിൽ കയറി അയാൾ തിരിച്ചും പുറത്തിറങ്ങുന്ന സമയത്ത് അയാൾക്ക് എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അയാൾക്കൊരു പോറല് പോലും വെക്കുന്നില്ല. ഇയാളെ പിടിച്ചിട്ട് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് യാതൊരു ദോഷം അയക്കില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതിനകത്തൂടെ എന്നിട്ട് പുറത്തൂടെ ചാടി ഈ 1.5 കയ്യൻ അവിടെ നിന്ന് തുണി കെട്ടി ഇത്രയും വലിയ കടമ്പ ചാടി ഈ വലിയ മതിലും ചാടി അയാൾ പുറത്തു പോന്നിട്ട് അവിടെ നിന്ന് ഇത്രയും CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ട്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് ആർക്കും ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. അപ്പൊ ആരുടെയെങ്കിലും അറിവില്ലാതെ ഈ പറയുന്ന ഗോവിന്ദച്ചാമി അവിടുന്ന് ചാടും എന്ന് നമ്മൾ സ്വപ്നം പോലും വിചാരിക്കേണ്ട. അപ്പോൾ ശ്രീലേഖ IPS പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അത് കാര്യമാത്ര പ്രസക്തമായിട്ട് നമ്മളോട് പറയേണ്ട ബാധ്യത ആർക്കുണ്ട്? ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കുണ്ട്. ഇത് ജനങ്ങൾ അറിയണം. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം ഇല്ലാത്തത്? ഇപ്പൊ അതിനെ സംബന്ധിച്ച് മാപ്രവർക്കൊന്നും ഒരു അഭിപ്രായം പറയാനില്ലേ? ചർച്ചയില്ലേ? 24 മണിക്കൂറും ചർച്ച മാത്രം തുറന്നു വെച്ചിരിക്കുന്ന ചാനലുകൾക്കൊന്നും ചർച്ചയില്ലേ? എന്തേ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും മിണ്ടാനില്ലാത്തത്? ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ലേ? പ്രതിപക്ഷങ്ങളൊന്നും ഇല്ലേ?
ഭരണപക്ഷം ഒരു ഏതെങ്കിലും രീതിയിൽ ഭരണപക്ഷക്കാരിറങ്ങിയില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളില്ലേ, എന്തേ അത് മറന്നുപോയത്? അപ്പൊ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആള് പുറത്ത് ചാടിയതും ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ പറയുന്ന മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദന്റെ മരണം പുറത്ത് അതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച നടക്കുന്നതിനും അകത്ത് എന്തെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാനുണ്ട് എന്ന് ഇവര് ഭയപ്പെടുന്നു എന്നാണ് ഈ പറയുന്ന ശ്രീലേഖ IPS റിട്ടയർഡ് IG ഇപ്പോൾ ആ ചാനലിൽ സമർത്ഥിച്ചിരിക്കുന്നത്. അവര് 20 മാധ്യമങ്ങൾ അവരെ കണ്ടു എന്ന് പറയുന്നു. അവരതിനോട് മറുപടി പറഞ്ഞില്ല. കാരണം അവര് പറയുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റുമെന്നും അത് സമൂഹത്തിന്റെ മുന്നിൽ വരുന്ന പറഞ്ഞാൽ അവർ പറഞ്ഞതല്ലായിരിക്കും പുറത്തു വരുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്വന്തമായി തന്നെ അവർ വീഡിയോ നിർമ്മിച്ചിട്ടാണ് അവരുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് നിങ്ങൾ കേൾക്കണം. ഈ പറയുന്ന മാപ്രകൾ ഇത് ചർച്ച ചെയ്യണം. ഇത് രാഷ്ട്രീയക്കാർ ഇതിന് മറുപടി പറയണം. ഇന്നലെ ഇറങ്ങിയ ഒരു വീഡിയോ ആണ്, അതിന് മറുപടി പറയേണ്ടത് തന്നെയാണ്. ജനങ്ങൾ ഇത് അറിയണ്ടേ, ജനങ്ങളെ അറിയിക്കണ്ടേ? ആ അറിയേണ്ട ബാധ്യത ജനങ്ങൾക്കുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട്? അതാണ് ഈ ചോദ്യത്തിന് ആ ചോദ്യമാണ് കിടക്കുന്നത്. VS അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുമുള്ള വിഷയങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു അന്വേഷണം നടത്തേണ്ട ബാധ്യതയുണ്ട്. കാരണം ഇത്രയും ഉദ്യോഗസ്ഥന്മാര്, ജയിൽ സൂപ്രണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനായിട്ട് ആക്സോവേഡ് കൊണ്ടുവന്നിട്ട് ഇത്രയും ദിവസം അകത്തിരുന്ന് കട്ട് ചെയ്തിട്ട് അവരറിഞ്ഞില്ല. അപ്പൊ ഇവര് ജയിലിന്റെ ഒരു സാധനങ്ങൾ നോക്കാറില്ലേ? അവിടെ കിടക്കുന്നവരെ നോക്കാറില്ലേ? ഇയൊക്കെ എന്തെങ്കിലും കൈക്ക് മുറിവുണ്ടായിരുന്നോ? ഇത്രയും ദിവസം ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ കയ്യിലെ ശരിയാണ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അയാളുടെ കൈ എങ്ങനെ മുറിഞ്ഞിട്ടില്ലേ? അവിടെ ചോരയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിച്ചിട്ടില്ലേ? ഇത്രയും ആളുകളെ അവിടെ പാർപ്പിച്ചിരിക്കുന്നതിന് ഓരോ ആളുകളെ സംബന്ധിച്ച് നോക്കാനുള്ള സംവിധാനം അവിടെ ഇല്ലേ? എന്ത് സംവിധാനം ആ ജയിലിൽ ഇല്ലാത്തത്? അതുപോലെ തന്നെ പുറത്ത് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്ന സമയത്ത് അവരെ പരിശോധിച്ചിട്ടല്ലേ അകത്ത് കയറ്റുന്നത്. ഇവരുടെ കയ്യിൽ എങ്ങനെയാണ് ഈ പറയുന്ന ആക്സോബ്ലേഡും അല്ലെങ്കിൽ അര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്? ഈ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ആ ചോദ്യങ്ങളാണ് മുൻ IG ആയിട്ടുള്ള അല്ല ജയിൽ IG ആയിട്ട് ഇരുന്നുള്ള ശ്രീലേഖ IPS ചോദിക്കുന്നത്. അത് ബാധ്യതയുണ്ട് പറയാൻ. അത് പറഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെ ഒരു ശരിയായ രീതിയിലുള്ള ഒരു ആൻസർ സമൂഹത്തെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ആ ചോദ്യങ്ങളുണ്ട്. അവരുടെ വീഡിയോ പോയി കാണണം, അവരുടെ വീഡിയോ എടുക്കണം. അവർ ആ വീഡിയോ കണ്ടിട്ട് എന്റെ വീഡിയോ അതിന് ശേഷം നിങ്ങൾ കാണുക. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം ഇത് നന്മയുള്ളതാണ് എങ്കിൽ മാത്രം നിങ്ങളായാലും ഞാനിപ്പോ ഒരു കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് ഞാൻ എന്റെ വാക്കുകൾ ശരിയാണ് എങ്കിൽ മാത്രം നിങ്ങൾ തുടർന്ന് നിങ്ങൾ എന്നെ കാണാനായിട്ട് ശ്രമിക്കണം. കാരണം അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ചാനലിലോട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല. അപ്പൊ ഇതെല്ലാം ചെയ്യേണ്ട ഒരു ബാധ്യത ഇവിടെ ഉള്ളപ്പോഴാണ് ഇതേ രീതിയിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമി ഇത്രയും ചാട്ടങ്ങളെല്ലാം ചാടിയിട്ടും ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറയാനായിട്ട് ഇപ്പോൾ ആർക്കും ഇല്ല. അപ്പൊ ശ്രീലേഖ IPSന്റെ ഈ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയുക തന്നെ വേണം. അതിന് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കും മറുപടി പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ എണ്ണി എണ്ണി പറയുവാനുള്ള ഓരോ കാര്യങ്ങളും ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ച് ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് സംശയമില്ലല്ലോ. അതിനകത്ത് ഗോവിന്ദച്ചാമി 1.5 മാസം പട്ടിണി കിടന്നിട്ട് ഡോക്ടർമാർ പരിശോധിച്ചു, അതിന് അഭിപ്രായങ്ങൾ പറഞ്ഞു. 1.5 മാസമായിട്ട് പട്ടിണി കിടന്ന് ശരീരത്തിന് വണ്ണം കുറയ്ക്കുകയും ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഭക്ഷിക്കാനായിട്ട് ശ്രമിക്കാതിരുന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇതിന് പുറത്തു പറഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് അയാളെ സഹായിച്ചിട്ടുള്ളത്? എല്ലാ രീതിയിലും അയാളെ സഹായിച്ചിട്ടുള്ള നമുക്കറിയാം. അയാള് ചെയ്തിരിക്കുന്ന ക്രൂരത എത്രമാത്രം വലുതാണെന്ന് നമുക്കറിയാം. തൂക്കുകയർ വിധിച്ച ആളാണ്. അയാളെ പാർപ്പിക്കേണ്ടതിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ കണ്ണൂർ ജയിലിലല്ല അതിനെ പാർപ്പിക്കേണ്ടത് എന്ന് തന്നെ ഈ ശ്രീലേഖ IPS പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബന്ധപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും ഇതിനുള്ള സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ സംശയം ദൂരീകരിക്കണം. സംശയമൊന്നും വേണ്ട. ഈ ഇത്രയും ജോലി ചെയ്ത അകത്ത് ജോലി ചെയ്യുന്ന ആളുകൾ എത്രയോ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അവരൊക്കെ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടായിരുന്നോ? ഈയൊക്കെ വണ്ണം കുറയ്ക്കുന്നു എന്ന് പറയുന്നതിനെ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ചിന്തിക്കണ്ടേ? അപ്പൊ ജയിലിൽ എന്ത് നടന്നാലും ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന ഓരോ പോയിന്റിൽ നടക്കുന്ന വിഷയങ്ങൾ പോലും പഠന വിഷയമാണ്. ഒരാളെ ഒരു ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മാറ്റി മാറ്റി പാർപ്പിക്കാറുണ്ട്. പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ശ്രദ്ധിക്കാറുണ്ട്. അതിനെല്ലാം ആളുകളെ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നില്ലേ? ഈ സർക്കാരിന്റെ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്ന ഈ ആളുകൾക്കൊക്കെ എന്താണ് ബാധ്യതയില്ലേ? അപ്പൊ ഇവർ ആരൊക്കെയാണ്? ഇതിനകത്ത് വെറും പാവപ്പെട്ട 2 പേരെയല്ലേ കരുവാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട സൂപ്രണ്ട് സഹിതം ഇപ്പോഴും അവിടെ ജോലിയിൽ തുടരുമല്ലേ? എന്തുകൊണ്ട് അന്വേഷണം വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൂടാ? അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇച്ചിരിയുമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിക്കുന്ന ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങൾക്ക് മാനം കൊടുക്കുന്നവരാണ് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ.
ഇല്ലാത്തതിനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിനെ ഭയങ്കരമായ രീതിയിൽ പർവ്വതീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ എല്ലാ രീതിയിലുമുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും തടഞ്ഞുകൊണ്ട് ഏത് രീതിയിലും ജനങ്ങളെ മാനസികമായി തകർക്കുന്ന സംവിധാനങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിത് സത്യമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും നമ്മൾ ജനങ്ങൾക്കുണ്ട്. ഈ കാണിക്കുന്നതെല്ലാം ഇവര് കാണിക്കുന്നതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ ഈ പറയുന്ന IPS കാരിയായിട്ടുള്ള ഈ ശ്രീലേഖ IPS അവര് മുൻ IG ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന അവരുടെ വീഡിയോ ആണ് നിങ്ങൾ പോയി കാണണം. അപ്പൊ അത് കണ്ടിട്ട് അതിന് അഭിപ്രായങ്ങൾ പറയേണ്ട ഒരു ബാധ്യത, അതിനെ സംബന്ധിച്ച് അന്തിച്ചർച്ച നടത്തേണ്ട ഒരു ബാധ്യത ഇന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കുണ്ട്. ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രചരിപ്പിച്ച് നമ്മളെയൊക്കെ അതിനകത്തേക്ക് അന്തർഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ അതിനെ ആവാഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മറുപടി പറയേണ്ടവർ ഇവർ തന്നെയാണ്. അപ്പോൾ ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവും VS അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളെയും സംബന്ധിച്ച കാര്യങ്ങളും മാധ്യമങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിക്കളഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ആളിന്റെ പറയായിട്ട് പോയത്. കാരണം അത് സുപ്രസിദ്ധനായിട്ടുള്ള ഒരു വലിയ ഒരു കൊലയാളിയാണ്. അപ്പൊ ജനങ്ങളെ അത്രമാത്രം ശ്രദ്ധിക്കപ്പെടാൻ ഗോവിന്ദച്ചാമി അല്ലാത്ത ഒരാളും സത്യത്തിൽ ഇന്ന് ഈ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഓരോ സ്ത്രീകൾ, കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വരെ ആ ക്രൂരനെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. ആ ക്രൂര മനോഭാവമുള്ള ഗോവിന്ദച്ചാമിയെ ചാടിച്ചുകൊണ്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള യാതൊരു സംശയം വേണ്ട. അതിന് ശ്രീലേഖ IPS പറയുന്ന കാര്യങ്ങളെല്ലാം 100% സത്യമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി പോവുക. ഇത് നിങ്ങൾക്കും ഇത് തന്നെയാണ്. നിങ്ങളിത് കണ്ട് ഇത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ ചാനലിനോടൊപ്പം നിങ്ങൾ പിന്തുടരണം. അത് തന്നെയല്ല, നാളെ പുതിയ അനുഭവങ്ങൾ, പുതിയ അറിവുകൾ നമ്മളൊക്കെ ഈ ശേഖരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു മാധ്യമത്തിൽ തന്നെ നമ്മൾ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. ആ ആഗ്രഹം സഫലമാക്കുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാവണം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവും ഈ പറയുന്ന VS അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ നന്മകൾ പുറത്തു വരേണ്ട അവസരങ്ങൾ ഇതിനെ തടയിടാൻ വേണ്ടി ഇത് പാത്രീഭവിച്ചോ എന്നുള്ള വിഷയങ്ങൾ കൂടി ജനങ്ങളിത് ചർച്ച ചെയ്യണം, അറിയണം. ശ്രീലേഖ IPS പറഞ്ഞിട്ടുള്ള സത്യങ്ങൾ അത് ശരിയാണോ എന്നുള്ളത് പറയാനുള്ള ബാധ്യത അത് ഗവൺമെന്റിനും ഉണ്ട്, രാഷ്ട്രീയക്കാർക്കും ഉണ്ട്, ഇത് ഭരിക്കുന്നവർക്കും അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ആ കാര്യത്തെ സംബന്ധിച്ച് ബാധ്യത ഉണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട. എന്തായാലും എന്നെ കേട്ടാൽ നിങ്ങളെ ഓരോരുത്തർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. എൻ്റെ ചാനലുകൾ മുന്നോട്ടുള്ള കാര്യങ്ങളിലും എല്ലാ സമയങ്ങളും നിങ്ങളുടെ ഒപ്പം എല്ലാവരും എന്നോടൊപ്പം തന്നെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.